ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഇസ് മൈ ലൈഫ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ലൈറ്റ് റൂമിൽ എങ്ങനെയാണ് പിക്ക് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പം ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. ഞാൻ പറയുന്ന സ്റ്റെപ്സെല്ലാം നിങ്ങൾ അതേപോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്കും ഈസി ആയിട്ട് നിങ്ങളുടെ പിക്കൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിങ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരും, പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഗ്രാജുവലി നമ്മളത് ഓക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്ന സ്റ്റെപ്സൊക്കെ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ പിക്കൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടന്നാലോ. ഫസ്റ്റ് നമ്മൾ ലൈറ്റ് റൂം ഓപ്പൺ ചെയ്യുക. ലൈറ്റ് റൂം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഏത് പിക്കാണോ എഡിറ്റ് ചെയ്യാനുള്ളത് ആ പിക്ക് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഡയറക്റ്റ് ഗാലറി വഴിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് റൂം വഴി ഗാലറിയിൽ നിന്ന് പിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ല നമുക്ക് ഗാലറിയിൽ നിന്ന് ഏത് പിക്കാണോ വേണ്ട ആ പിക്ക് സെലക്ട് ചെയ്ത് നമുക്കത് ലൈറ്റ് റൂമിൽ കൊണ്ടുവന്ന് അങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു പിക്കാണ് എഡിറ്റ് ചെയ്യേണ്ടത്. സോ ഞാനത് സെലക്ട് ചെയ്ത് നമ്മുടെ ലൈറ്റ് റൂമിലോട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ഫസ്റ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റിനെ നമ്മൾ ഏത് ഒരു സബ്ജക്റ്റിനാണോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സബ്ജക്റ്റിന് മാത്രം സെലക്ട് ചെയ്യുക. അതിനായിട്ട് താഴത്തെ ആ മാസ്കിങ് കൊടുക്കുമ്പോഴേക്കും ആ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്തായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഓപ്ഷൻ വരും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. സോ നമ്മൾ നമുക്ക് ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. സബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് നെക്സ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ആ ലൈറ്റിങ്ങിൻ്റെ സെക്ഷൻ പോയതിന് ശേഷം അതിൽ നമുക്ക് ഹൈലൈറ്റ്, അത് കഴിഞ്ഞിട്ട് എക്സ്പോഷൻ, കോൺട്രാസ്റ്റ് ഇതെല്ലാം നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചില പിക്കിന് വന്നിട്ട് നമുക്ക് ലൈറ്റ് കുറച്ചുകൂടെ കൂടുതൽ വേണം, ചില പിക്കിന് ലൈറ്റ് നമുക്ക് കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ആ ഹൈലൈറ്റൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലൈറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. പിന്നെ നമ്മുടെ കോൺട്രാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് സാച്ചുറേഷൻ, അങ്ങനത്തെ എക്സ്പോഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതല്ല നമുക്ക് പിക്കിൽ കുറച്ച് ബ്ലാക്ക് ഒക്കെ വരണമെങ്കിൽ അത് ബ്ലാക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് പോകുന്നത് എഫക്ട്സിലാണ്. എഫക്ട്സിൽ പോയിട്ട് നമ്മൾ ക്ലാരിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ടെക്സ്ചറൊക്കെ ചെയ്ത് കൊടുക്കും. ഈ ടെക്സ്ചറും ക്ലാരിറ്റിയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ടോണും ഫേസ് കുറച്ചുകൂടി നമുക്ക് സ്മൂത്ത് ആവുന്നത് പോലെ ഫീൽ ആകും. ഓക്കെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് അത് നമ്മൾ ഡൺ കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് കളർ കൊടുക്കുന്നു. കളറിൽ നമ്മൾ സെക്കൻഡ് വൺ, ഓറഞ്ച് സെക്കൻഡ് വണ്ണ് അതിൻ്റെ സാച്ചുറേഷൻ മാത്രം ലൈറ്റായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യരുത്, എങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ടോൺ തന്നെ മാറിപ്പോവും. ഒരു വാം കളറൊന്നും വരാത്ത രീതിയിൽ ഒരു ലൈറ്റായിട്ട് ഒരു ഷെയ്ഡ് മാത്രം നമ്മൾ കൊടുത്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് ലൈറ്റിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ടോട്ടൽ പിക്കിൻ്റെ ആ ഒരു കോൺട്രാസ്റ്റും ഹൈലൈറ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് എക്സ്പോഷൻ, ഷാഡോ നമ്മുടെ പിക്കിൽ കുറച്ചൊരു ഒരു ഡാർക്ക്നെസ് കൊണ്ടുവരുന്നതാണ്. സോ നമുക്ക് ഷാഡോ ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മുടെ ഒരു കോൺസെപ്റ്റിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഏത് പിക്കാണോ ചില പിക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഫീൽ ചെയ്യണമെന്നുണ്ട്. സോ ആ പിക്കിനൊക്കെ നമ്മൾ കുറച്ച് ഡാർക്ക്നെസ്സും വൈറ്റ്നെസ്സൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് പിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓക്കെ ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ മാസ്കിങ്ങിലോട്ട് പോവുക. മാസ്കിങ്ങിൽ പോയതിന് ശേഷം നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ലൈറ്റിങ് പോയിട്ട് എക്സ്പോഷൻ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ് ഇതെല്ലാം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ എഫക്ട്സാണ് നമ്മൾ വീണ്ടും കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും കുറച്ച് സ്മൂത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അത് ക്ലാരിറ്റിയും ടെക്സ്ചറൊക്കെ കൊടുക്കുന്ന സമയത്ത്. സോ ഇത് അത്രയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്മൾ കളറിൽ പോയിട്ട് ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ ഡാർക്ക്നെസ്, ബ്ലൂ കളർ കുറച്ച് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ എഗെയിൻ നമ്മുടെ ഓക്കെ കൊടുത്തിട്ട് നമ്മുടെ നോർമലായിട്ടുള്ള ലൈറ്റിങ്ങിൽ വന്നിട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് ഡാർക്ക്നെസ് അങ്ങനത്തെ ഒരു ഫീലാണ് വേണ്ടത്. ഒരു സ്കൈയുടെ കളർ എനിക്ക് കുറച്ചും കൂടെ ഒരു ഗ്രീൻ ബ്ലൂ കളറായിട്ട് വേണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ കളർ എഫക്റ്റ് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് ടോട്ടലായിട്ടുള്ള ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ടെമ്പറേച്ചർ എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കുന്നുണ്ട്. ഈ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എഫക്ട്സിൽ പോയിട്ട് ടെക്സ്ചറും ക്ലാരിറ്റിയൊക്കെ കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഏത് ഒബ്ജക്റ്റാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് നമുക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ സ്മൂത്ത് ചെയ്തു. അതിനുശേഷം നമ്മൾ കളറാണ് കൊടുക്കാനായിട്ട് പോകുന്നത്.
കളർ ബാറിൽ നമ്മൾ പോയതിന് ശേഷം നമ്മുടെ പിക്കിൽ എന്തൊക്കെ കളറുണ്ടോ ആ കളറെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ കളർ സെലക്ട് ചെയ്തതിന് ഇപ്പോൾ സെക്കൻഡ് വണ്ണ് വന്നിട്ട് നമ്മുടെ ഫേസിൻ്റെ ടോണൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അടുത്ത പിങ്ക്, റെഡ്, ഓറഞ്ച്, നമ്മുടെ പിക്കിൽ ഏതൊക്കെ കളറുണ്ടോ ആ കളറെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ കളർ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ട് വേണം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡള്ളായിട്ട് വേണം, അതെല്ലാം നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും ചേഞ്ച് ചെയ്യരുത്, എങ്കിൽ ഭയങ്കര ബോറായി പോകും. സോ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പിക്ക് ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പിലേക്കാണ് പിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഡ്രസ്സിൻ്റെ കളറൊക്കെ കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റാക്കി കാണിക്കുന്നുണ്ട്. സോ സൂം ചെയ്തൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ഡൺ കൊടുക്കുന്നു. നേരെ ലൈറ്റിങ്ങിൻ്റെ ഓപ്ഷൻ വന്നിട്ട് നമ്മൾ എല്ലാ പിക്കിനും ചെയ്യുന്നത് പോലെ കർവ് കൊടുക്കുന്നു. സോ കർവ് കൊടുക്കാനായിട്ട് കർവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ പിക്കിൽ 3 ഡോട്ട് വെച്ചതിന് ശേഷം ലാസ്റ്റായിട്ട് വീണ്ടും ഒരു ഡോട്ട് കൊടുത്ത് അത് നമ്മളൊരു കർവ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ കർവ് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പിക്കിന് കുറച്ചും കൂടെ ഒരു ഷെയ്ഡ് വന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ കർവ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ പിക്കിന് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് വരുന്നത്. അത് ഒരുപാടൊന്നും അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ നമ്മുടെ പിക്കിൻ്റെ ആ ഒരു കളർ തന്നെ ചേഞ്ചൊക്കെ മാറിപ്പോവും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കാണിക്കാം. ആ കർവ് പോകുന്നതനുസരിച്ച് നമ്മുടെ പിക്കിലുണ്ടാകുന്ന ഡിഫറൻസ്. അപ്പോൾ നിങ്ങളുടെ ഇത് ഓക്കെ ആവുന്നത് പോലെ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നോർമലായിട്ട് 3 ഡോട്ട് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചെറിയൊരു ഡോട്ട് കൊടുത്ത് ജസ്റ്റ് ഒരു കർവ് ഒന്ന് ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതി. പിക്ക് പക്കയായിട്ട് ഓക്കെ ആവും. സോ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ പിക്കൊക്കെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നമുക്കിത് ഓട്ടോമാറ്റിക് തന്നെ ഡൗൺലോഡ് ചെയ്യാം, പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഡൗൺലോഡ് കൊടുക്കുമ്പോഴേക്കും നമ്മൾ പിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗാലറിയിൽ തന്നെ സേവ് ആവുന്നതാണ്. ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ബിഫോറാണ്, ഇത് ആഫ്റ്റർ പിക്ക്. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പിക്കിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കുറച്ചും കൂടെ കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പിക്കിൻ്റെ ഒരു ഡിഫറൻസ് തന്നെ നല്ലതായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്കും പിക്കൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു മെത്തേഡും കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒരു സെയിം ലൈറ്റിങ്ങിൽ സെയിം പ്ലേസിൽ വെച്ചെടുക്കുകയാണ്, ഡിഫറെൻറ്റ് സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പിക്കിനും ഇങ്ങനെ ലൈറ്റൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളൊരു പിക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് നമുക്കെല്ലാം അതിൽ പക്കയായിട്ട് നമുക്ക് കളർ ഗ്രേഡിങ്ങും എല്ലാം ഓക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പിക്ക് നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ആ പിക്കിന് എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തി എന്തെല്ലാം സെറ്റിങ്സ് യൂസ് ചെയ്തു ആ സെറ്റിങ്സ് എല്ലാം നമുക്ക് കോപ്പി ചെയ്തിട്ട് വേറൊരു പിക്കിൽ നമുക്ക് ഈ സെയിം ലൈറ്റിങ്ങിലെടുത്ത് വേറൊരു പിക്കിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ആ പിക്കിൻ്റെ ഏറ്റവും സൈഡിലായിട്ടൊരു 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ വരും. സോ ആ കോപ്പി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പിക്കിന് എന്തൊക്കെ ടൈപ്സ് സെറ്റിങ്സൊക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തോ അതെല്ലാം ഒരു ലിസ്റ്റ് അവിടെ ഡിസ്പ്ലേ കാണിക്കും. സോ നമുക്കത് ആ ടിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അതെല്ലാം കോപ്പി ചെയ്യും. സോ ഞാൻ ഗാലറി പോലും എൻ്റെ അടുത്ത പിക്ക് സെലക്ട് ചെയ്യുന്നു. ഇത് സെയിം പ്ലേസിൽ സെയിം ലൈറ്റിങ്ങിൻ്റെ അടുത്ത വേറൊരു പിക്കാണ്. സോ അതിൽ പോയിട്ട് ഞാൻ ആ 3 ഡോട്ടിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് പേസ്റ്റിംഗ് ഓപ്ഷൻ വരും. സോ ഞാൻ പേസ്റ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ സെയിം എഡിറ്റ് ചെയ്ത സെറ്റിങ്സ് ഒക്കെ തന്നെ എൻ്റെ ഈ പിക്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ കോപ്പി ചെയ്തതിന് ശേഷം കോപ്പി ചെയ്യുന്നതിന് മുന്നേ ഉള്ള പിക്കിൻ്റെ ഡിഫറൻസ് ആണ്. ഈ ഒരു മെത്തേഡിലും നിങ്ങൾക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെയിം പിക്കാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ബിക്കോസ് സെയിം ലൈറ്റിങ്ങിൽ സെയിം പ്ലേസിലൊക്കെ ഒന്ന് എടുക്കുന്ന പിക്കിന് ഈ ഒരു ക്വിക്കായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ലൈറ്റ് റൂമിൽ പിക്കൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. ഞാനൊരു മെത്തേഡിലാണ് പിക്കൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. സോ എൻ്റെ 2 പിക്ക് നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് ലൈറ്റ് റൂമിൽ പിക്കൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ പിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കളർ ഗ്രേഡിങ് മാത്രം ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയാൽ മതി. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഫേസിൻ്റെ ടോണൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മെയിനായിട്ട് നോക്കേണ്ടതാണ്. സോ നമ്മൾ ഫേസിൻ്റെ ടോണൊക്കെ ഒരുപാടൊക്കെ ചേഞ്ച് ചെയ്താൽ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒരു വേരിയേഷൻ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മാത്രം മതി.
കളർ ടോൺ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പക്കയായിട്ട് നമ്മൾ പിക്ക് എഡിറ്റ് ചെയ്യാൻ പഠിച്ചു എന്നാണ്. അപ്പോൾ ലൈറ്റ് റൂമിൽ കളർ ഗ്രേഡിങ്ങിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഫേസിൻ്റെ ആ ടോൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റിംഗ് നമ്മൾ മെയിനായിട്ടുള്ള എഡിറ്റിങ്ങിൽ പോവുക, അതിൻ്റെ കളർ ബാറിൽ പോയതിന് ശേഷം അതിൻ്റെ സെക്കൻഡ് വൺ ഓറഞ്ച് കാണും. സോ ആ ഒരു കളർ മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും നോർമലായിട്ടുള്ള നമ്മുടെ പിക്കിൻ്റെ ചേഞ്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി നമ്മുടെ ഫേസിൻ്റെ ടോണൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ടെമ്പറേച്ചർ നമ്മൾ ഒരുപാടൊന്നും കൂട്ടാനൊന്നും ചെയ്യരുത്, എങ്കിൽ അതും നമ്മുടെ ഫേസിൻ്റെ ആ ടോണിനൊരു ഡിഫറൻസ് വരും, ഒരു വാം കളറൊക്കെ വരും. സോ നമുക്ക് ഫേസ് ടോൺ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിക്കൊക്കെ വളരെയധികം നമുക്ക് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമാണ് നമുക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. ഇങ്ങനെ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ ആരുടെയും ഒരു ഹെൽപ്പ് ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെ ലൈറ്റ് റൂം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റിങ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് മോസ്റ്റ്ലി എൻ്റെ എല്ലാ പിക്കും എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഞാൻ വരുത്തുന്ന സമയത്ത്, വേറെ സെറ്റിങ്സൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.